ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇഞ്ചിക്കറിയാണ്. ഇതിനി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായി നമ്മൾ 1/2 കിലോ ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി തൊലി കളഞ്ഞ് നല്ലപോലെ വെള്ളത്തിലിട്ട് കഴുകിയെടുക്കണം. അതിനകത്തെ ചെളിയെല്ലാം പോയി നല്ല രീതിയിൽ തന്നെ കഴുകിയെടുത്ത് നമുക്കതൊരു അരിപ്പയിലേക്ക് എടുത്ത് മാറ്റാം. തൊലിയും അതെല്ലാം ശരിക്കും പോകാനായിട്ട് ഒരു 2-3 പ്രാവശ്യം അതിനെ കഴുകിയെടുക്കുന്നത് നല്ലതായിരിക്കും. കഴുകിയെടുത്ത ശേഷം നമുക്ക് ഇതൊരു അരിപ്പയിലേക്ക് മാറ്റാം. അതിൻ്റെ വെള്ളം പോട്ടെ. അതിനുശേഷം നമുക്ക് ഇതിനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. വളരെ കനം കുറച്ച് ആണ് അരിയേണ്ടത്, എന്നാലാണ് ഇത് വറുത്ത് വരികയുള്ളൂ. തീരെ കനം കുറച്ച് വേണം ഇത് അരിയുന്നതിന്. എല്ലാം വളരെ ചെറുതായിട്ട് അരിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും 5-8 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, 3 നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെക്കണം. അത് കുതിർക്കട്ടെ അവിടെ ഇരുന്ന്. നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതാദ്യം വറുത്തെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ടൊരു പാൻ വെച്ച് ചൂടായ ശേഷം അതിനകത്തേക്ക് നല്ലെണ്ണയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒരു 2-2.5 സ്പൂണ് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ വറുത്തെടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതിനെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ചെറിയ ചൂടിൽ ഇളക്കി കൊടുക്കുക. ഇത് കരിയാൻ അനുവദിക്കല്ലേ. കരിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോൾ. അതിനാൽ നല്ല കുറഞ്ഞ തീയിൽ നല്ലപോലെ ഇളക്കി അതിനെ നല്ല രീതിയിൽ വറുത്തെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ കളറൊക്കെ മങ്ങി തുടങ്ങിയിരിക്കുകയാണ്. ഈ കാണുന്ന പോലെ ഒരു ചെറിയൊരു ഗോൾഡൻ കളറിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി നമുക്കിതിനെ കോരി മാറ്റാം. നമ്മളത് കോരി മാറ്റി ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് അതിന് മുകളിലാണ് ഇട്ടേക്കുന്നത്. അതിനകത്തുള്ള എണ്ണകളെല്ലാം പോട്ടെ, അതിന് വേണ്ടിയിട്ടാണ്. ഇനിയും നമുക്ക് ബാക്കി ഇരിക്കുന്നതോടെ വറുത്തെടുക്കുന്നതാണ്. അതിനുശേഷം ഇഞ്ചി വറുത്തെടുത്ത അതേ എണ്ണയിൽ തന്നെ നമ്മൾ കുഞ്ഞതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും വറുത്തെടുക്കാൻ പോവുകയാണ്. ചെറിയ ഉള്ളി അതിൻ്റെ കൂടെ കരിവേപ്പില ഇട്ടാണ് വറക്കുന്നത്. അതും ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ വറുത്താണ് എടുക്കേണ്ടത്. അതിനെ ഇളക്കിക്കൊണ്ട് വറുത്ത് നല്ലപോലെ എടുക്കുക. ഇതിപ്പം നല്ലപോലെ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെയും കോരി മാറ്റാം. നമ്മളിവിടെ വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഉള്ളിയും ഒക്കെ നല്ലപോലെ തണുത്തിരിക്കുകയാണ്. ഇനി നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇതിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കാം. ചെറിയൊരു തരിയും ഇതിനകത്ത് ആവശ്യമാണ്. ഫുള്ള് നല്ലപോലെ പൊടിഞ്ഞ് വെള്ളം ഒഴിച്ച് പൊടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമുക്ക് പൊടിച്ചെടുത്തതിന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മളെല്ലാം ആ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ആ പാനിൽ തന്നെ വീണ്ടും കുറച്ച് എണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അത് പൊട്ടി വരട്ടെ. കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും 2 വറ്റൽമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. ഇപ്പം ഇതിൻ്റെ പച്ചമണം ശരിക്കും മാറണം. കുറച്ച് നാൾ ഇരിക്കേണ്ടതാണ്. അതിനാൽ പച്ചമുളകിൻ്റെ പച്ചപ്പ് നല്ലപോലെ മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ എല്ലാം മൂത്ത് വന്നിരിക്കുകയാണ്. ഒന്ന് തണുക്കാൻ വെച്ച ശേഷം ഇതിലേക്ക് നമ്മൾ പൊടി ഇട്ട് കൊടുക്കാം. ചൂടോടെ ഇട്ട് കൊടുത്താൽ അത് കരിയുന്നതാണ്. ഇപ്പോൾ ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇതിലേക്ക് 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി ഇട്ടെടുക്കാം. ഓൾറെഡി ഇതിന് എരിയുണ്ട്, അതനുസരിച്ച് ഇട്ടാൽ മതിയാവും. കൂടുതൽ ഇടേണ്ട കാര്യമില്ല. ഇനി ഇതിൻ്റെ പച്ചമണം മാറ്റിയെടുക്കാം. ചെറിയ ചൂടിൽ ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇപ്പം ഏകദേശം നല്ലപോലെ എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം എല്ലാം നല്ലപോലെ മൂത്ത് വന്നിരിക്കുന്നു. ഇതിലേക്ക് നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർക്കാം.
ചെറിയ തീയിൽ വെച്ച് നമുക്കിതിനെ തിളപ്പിച്ചെടുക്കാം. നല്ലപോലെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് അടിക്ക് പിടിക്കാനോ കരിക്ക് വീഴാനോ പാടില്ല. തീ കുറച്ച് വെച്ച് ഇളക്കിയാൽ മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ശർക്കര ഇട്ട് കൊടുക്കാം. ആ ശർക്കര ഇതിൻ്റെ കൂടെ ഇട്ട് നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം എല്ലാം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും ഉള്ളിയും വറുത്ത് പൊടിച്ചെടുത്തത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിനെ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ചെറിയ തീയിലാണ് ഇത് ചെയ്യേണ്ടത്. തീ കൂട്ടിയിടില്ല ഒരു കാരണവശാലും. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ തിളപ്പിച്ചെടുത്ത വെള്ളം വേണം ചേർക്കാൻ, പച്ചവെള്ളം ചേർക്കല്ല്. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ. ഈ തിളച്ച് വരുമ്പോഴത്തേക്ക് ഇത് കുറുകി വരുന്നതാണ് കുറേശ്ശെ കുറേശ്ശെ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ കളറെല്ലാം മാറി എണ്ണയൊക്കെ മേളിലോട്ട് തെളിഞ്ഞു വരുന്നുണ്ട്. ഇപ്പം ഏകദേശം നമ്മുടെ കറി കുറുകി വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി തയ്യാറായിരിക്കുകയാണ്. ഇത് തണുത്ത് വരുമ്പോഴത്തേക്ക് വീണ്ടും ഇത് കുറച്ചുകൂടി കുറുകി വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് അതിനെ എടുക്കുക. ഇപ്പോൾ നമ്മുടെ എല്ലാം ഇഞ്ചിക്കറി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.